ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് ചോറിൻ്റെ കൂടെ ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ചെമ്മീൻ ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ചെമ്മീൻ വേവിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ അത്യാവശ്യം ഫ്രൈ ആവാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടാണ് കേട്ടോ. ചെമ്മീൻ്റെ ആ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഓണം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ചെമ്മീൻ നമുക്ക് അതിലേക്ക് എടുത്തിട്ടാം. ചെമ്മീൻ ഏകദേശം എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ വേവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്മീനിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, സ്വല്പം മുളക് പൊടി, പച്ചമുളക് ഇത് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചെമ്മീനും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഏകദേശം ഫ്രൈ ആയിട്ട് വരണം. നമുക്ക് അത്യാവശ്യം എന്തോരം ഫ്രൈ ആവണോ അതിനനുസരിച്ച് ഫ്രൈ ആക്കി എടുക്കാം. ഏകദേശം ഇത് ഫ്രൈ ആയി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആയി വരാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അടുക്കി പിടിച്ചാലും പണി തന്നെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. നമ്മളിങ്ങനെ ഇളക്കി വേവിച്ച് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ ഇത് ഫ്രൈ ആവാനുള്ളതുകൊണ്ടാണ് ജസ്റ്റ് വേഗം ഫ്രൈ ആക്കി എടുക്കാനുള്ളൊരു സമയം നമുക്ക് കൊടുക്കണമല്ലോ. ഏകദേശം പകുതി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം കേട്ടോ. നമ്മുടെ സവാള ഇവിടെ റെഡിയാണ്. അപ്പോൾ സവാള നമുക്ക് അതിലേക്ക് ഇടാം. സവാള ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഇട്ടു. നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി അത് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. സവാള ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സവാളക്ക് ആവശ്യമായ ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് അത്യാവശ്യം എന്തോരം വേണമെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക.
സവാള ഒന്ന് ചെമ്മീനായിട്ടൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ ചെമ്മീൻ സവാളയൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേറെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നുണ്ട്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്. നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് എന്തോരം മുളക് വേണം എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, കുറച്ചും കൂടി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എരിവ് ഇച്ചിരി വേണമല്ലോ, എല്ലാവർക്കും കുറച്ച് അത്യാവശ്യം എരിവ് വേണം. ഇച്ചിരി കൂടി ഞാൻ മുളക് പൊടി കൂടുതൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എരിവ്, ചിലർക്ക് എരിവായിരിക്കും കൂടുതലും ഇഷ്ടം, ചിലർക്ക് എരിവ് ഇഷ്ടമല്ലായിരിക്കും. അതിന് പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ പൊന്നിന് ചെമ്മീൻ ഭയങ്കര റോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ എരിവാണെങ്കിലും കഴിച്ചോളും. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടാറുണ്ട്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. കുറച്ച് മല്ലിപ്പൊടി, എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു കുത്തലൊക്കെ പോയതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, അപ്പം ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും ടേസ്റ്റൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കാം. എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കുന്നു എന്നുള്ളൂ. ഫൈനലി നമ്മുടെ കറി സെറ്റ് നോക്കൂ. ഇതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് റെഡി.